അഡ്വക്കേറ്റ് സി കെ ശ്രീധരൻ നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. സി കെ ശ്രീധരൻ, ഈ കേസിൽ ഹൈക്കോടതി വിധി എന്നത് എന്നോട് താങ്കളുടെ പ്രതികരണം എന്താണ്? ഇതിലിപ്പോൾ തുടക്കത്തിൽ തന്നെ ലഘുവായ കുറ്റത്തിന് പരമാവധി ശിക്ഷയിലേക്കും പരിധി കവിഞ്ഞ ശിക്ഷയിലേക്കും പോയി ഈ CBI കോടതി എന്ന വിമർശനം ഉന്നയിക്കപ്പെട്ട് കഴിഞ്ഞതാണ്. അപ്പോൾ ഇതിൽ നേതാക്കളാകെ തന്നെയും ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നു. നേതാക്കൾ ജയിലിലേക്ക് പോകുന്ന ആദ്യ കേസായിരിക്കുന്നു എന്ന മറ്റുള്ള വലിയ പ്രചാരണവും വിമർശനവും ഉയർന്നു വരികയും ചെയ്തു. ഇപ്പോൾ അത് അപ്രസക്തമായി എന്നാണോ? ഇത്തരം കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതലായിട്ട് ഇപ്പോൾ ഞാൻ ഒരു പ്രതികരണം എന്നുള്ള നിലയിൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അത് 14, 20, 21, 22 പ്രതികളെ 4 പേരെ സംഭവത്തിനു ശേഷം ഈ കേസിൽ പിന്നീട് 22-ാം പ്രതിയായി 22അല്ല 2ാം പ്രതിയായി കോടതിയിൽ ചാർജ് ഷീറ്റിൽ കുറ്റപത്രത്തിൽ കാണിച്ച സജി സി ജോർജിനെ കസ്റ്റഡിയിലെടുത്ത ശേഷം ബലപ്രയോഗത്തിലൂടെ മോചിപ്പിച്ചു കൊണ്ടുപോയി എന്നാണ് ആരോപിച്ചിരുന്നത്. ആ ആരോപണം സംബന്ധിച്ചുള്ള വിചാരണ കോടതിയുടെ വിധി കുറ്റക്കാരാണെന്ന് കണ്ടു 5 വർഷത്തേക്ക് ശിക്ഷിക്കുകയുണ്ടായി. ആ 5 വർഷത്തേക്കുള്ള ശിക്ഷയാണ് ഇന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ അപ്പീലുമായി ബന്ധപ്പെട്ട് ആ സെന്റൻസ് മരവിപ്പിച്ചുകൊണ്ട് ഉത്തരവായിട്ടുള്ളത്. അവരെ മോചിപ്പിക്കാനുള്ള, ജാമ്യത്തിൽ വിടാനുള്ള ഉത്തരവുണ്ടായിട്ടുണ്ട്. ശരി, താങ്ക് യു സി കെ ശ്രീധരൻ. CPM-നെ സംബന്ധിച്ച് എന്തായാലും വലിയ ആശ്വാസമുണ്ടാക്കുന്ന ഒന്നാണ് ഈ KV കുഞ്ഞിരാമന്റെയും K മണികണ്ഠന്റെയും KV ഭാസ്കരന്റെയും രാഘവൻ വെളുത്തുള്ളിയുടെയും ശിക്ഷയാണ് ഇപ്പോൾ ഹൈക്കോടതി മരവിപ്പിച്ചിരിക്കുന്നത്. പെരിയ ഇരട്ട കൊലക്കേസിൽ CPIM-ന്റെ പ്രാദേശിക നേതാക്കൾ തന്നെ ജയിലിലായിരിക്കുന്നു. നേതാക്കൾ ജയിലിൽ പോകുന്ന കേസ്, നേതാക്കളുടെ കൂട്ടാലോചന, നേതാക്കളുടെ നേതൃത്വം എന്നീ ആക്ഷേപങ്ങൾക്ക് ഇപ്പോൾ മറുപടി പറയാൻ CPM-നെ കരുത്തരാക്കുന്ന ആശ്വാസ വിധിയെന്ന് നിശ്ചയമായും ഈ വിധിയെക്കുറിച്ച് പറയാം. കാരണം പ്രതികളെ ജയിൽ മോചിതരാക്കാൻ, പ്രതികളെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോകാൻ ശ്രമിച്ചുവെന്ന കുറ്റത്തിന് പരമാവധിയിലും കവിഞ്ഞ ശിക്ഷ നൽകാൻ ഒരു അതിതാല്പര്യം CBI കോടതി കാണിച്ചുവെന്ന വിമർശനം നേരത്തെ തന്നെ CPIM നേതാക്കൾ ഉന്നയിച്ചിരുന്നു. അവർ ഈ ക്രൈം സീനുമായി നേരിട്ട് ബന്ധമുള്ളവരല്ല, കൊലയാളി സംഘവുമായി നേരിട്ട് ബന്ധമുള്ളവരല്ല. അവരെ ഈ കേസിൽ മനഃപൂർവ്വമായി പ്രതി ചേർത്ത് ജയിലിലടയ്ക്കാൻ കാണിച്ച അതിവ്യഗ്രതയ്ക്കുള്ള മറുപടി എന്ന നിലയ്ക്ക് ഈ വിധിയെ നിശ്ചയമായും വ്യാഖ്യാനിക്കാൻ CPM-ന് കഴിയുമെന്നാണ്. മുസ്തഫ തുടരുന്നുണ്ട്. മുസ്തഫ, ഈ കാര്യത്തിൽ കോടതി എന്തെങ്കിലും കമന്റ് നടത്തുന്നുണ്ടോ? അതെ, ഈ വളരെ ചുരുങ്ങിയ വാക്കുകളിലാണ് കോടതി ഈ വിഷയത്തിൽ ശിക്ഷ മരവിപ്പിക്കുകയാണെന്ന് പറഞ്ഞത്. വിശദമായ ഉത്തരവ് പിന്നാലെ വരുമെന്നും കോടതി പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, കോടതി തന്നെ ചോദിച്ച ഒരു കമന്റ് ചെയ്ത ഒരു കാര്യം എന്ന് പറയുന്നത് BNS 225 പ്രകാരം പരമാവധി ശിക്ഷ ലഭിക്കാൻ ആ വകുപ്പ് തന്നെ വിവക്ഷിക്കുന്നത് 2 വർഷമാണ് പരമാവധി തടവ്. അത് എങ്ങനെ 5 വർഷമായി എന്നൊരു ചോദ്യം കൂടി കോടതി ചോദിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇന്ന് തന്നെ ഇവർക്ക് ജാമ്യത്തിൽ ഇറങ്ങാമെന്നുള്ളതാണ്. കാര്യം, ഈ ശിക്ഷ മരവിപ്പിക്കുന്നതോടുകൂടി നിലവിൽ ജാമ്യത്തിലുണ്ടായിരുന്ന ഇവർ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് പോകുന്നു. അതിനുശേഷം ആ ജയിലിൽ തുടരുന്ന സാഹചര്യത്തിൽ ഇതോടൊപ്പം തന്നെ ശിക്ഷ മരവിപ്പിക്കുന്നതോടുകൂടി ജാമ്യം ഉണ്ടാവും. ആ ഉത്തരവ് ജയിലിൽ എത്തിക്കുന്നതോടുകൂടി അവർക്ക് ജാമ്യത്തിൽ ഇറങ്ങാം എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇവർ ആവശ്യപ്പെട്ടിരുന്നു അതാണ്, അതായത് ഇങ്ങനെ അന്യായമായി 5 വർഷം തടവ് ശിക്ഷ, അതായത് നിയമത്തിൽ പോലും ഇല്ലാത്തൊരു തടവ് ശിക്ഷ CBI കോടതിയുടെ വിധിയിലുണ്ട്. അത് റദ്ദാക്കണമെന്നുള്ളതായിരുന്നു ഈ 4 CPIM നേതാക്കളും ഒരു അപ്പീൽ ഹൈക്കോടതിയിൽ നൽകിയിരുന്നത്.